അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക وإني عليه لقوي أمين. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ഹുദ്ഹുദ് ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ചെന്ന് വിവരമറിഞ്ഞ് വന്നതുമാണ് കഴിഞ്ഞ ആയത്തിൽ പഠിപ്പിച്ചത്. ഫലമ്മാ ജാഅ സുലൈമാന ഖാല അതുമിദ്ദൂനനി ബിമാലിൻ. സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് ഹുദ്ഹുദ് എന്ന പക്ഷി ചെന്നു കുറേ ഹദിയകളുമായിട്ട്. ഹുദ്ഹുദ് എന്ന പക്ഷി സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് ഹദിയകളായിട്ട് വരികയാണ്. ബൽഖീസിൻ്റെ ദൂതൻ സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് അവരുടെ ഹദിയകൾ സമ്മാനങ്ങളുമായി വരികയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഖാല അതുമിദ്ദൂനനി ബിമാലിൻ, നിങ്ങളെന്നെ സമ്പത്ത് തന്ന് സഹായിക്കുകയാണോ? ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാക്കും, എനിക്കല്ലാഹു നൽകിയത് നിങ്ങൾക്ക് നൽകിയതിനേക്കാളും ഉത്തമമായതാണ്. ബൽ അൻതും ബിഹദിയത്തിക്കും തഫ്റഹൂൻ, നിങ്ങൾ നിങ്ങളുടെ ഹദിയ കൊണ്ട് സന്തോഷിക്കുന്നവരാണ്. അത് നിങ്ങളുടെ സമ്മാനങ്ങളും മുത്തും സ്വർണവും ഒക്കെ ആയിരിക്കണം ഒരു രാജാവ് മറ്റൊരു രാജാവിന് സമ്മാനം കൊടുക്കുന്നത്. അത് ഇസ്രായേൽ കഥകളിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രമാണവുമില്ല. അതുകൊണ്ട് ഊഹത്തിൽ നിന്ന് എടുത്തു പറഞ്ഞതോ അല്ലെങ്കിൽ ഇസ്രായേലിയരിൽ നിന്ന് കേട്ട് പറഞ്ഞതോ ആയതുകൊണ്ട് നമ്മൾ എന്തായിരുന്നു ഹദിയ എന്നോ അതൊന്നും നമ്മൾ വിവരിക്കേണ്ടതില്ല. അതെന്തോ ആവട്ടെ, ഹദിയ കൊണ്ടുപോയി കൊടുത്തു. അത് അപൂർവമായിരിക്കണം. ഒരു രാജ്ഞി മറ്റൊരു രാജാവിന് കൊടുത്തയക്കുന്നതാണല്ലോ. സാധാരണ ഹദിയ ആവണമെന്നില്ല. സുലൈമാൻ നബി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഹദിയ വേണ്ട, നിങ്ങളെ ഹദിയ കൊണ്ട് നിങ്ങൾ തന്നെ തൃപ്തി അടയുക. അതാണ് നമ്മൾ ഒരു ഭരണാധികാരിക്ക് ഹദിയ കൊടുക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ
ഭരണാധികാരിക്ക്, ഖാദിക്ക്, വിധി പറയുന്ന ഖാദിക്ക് ഹദിയ കൊടുക്കാൻ പാടില്ല എന്ന് ശരീഅത്തിൻ്റെ വിധിയുണ്ട്. എന്തിനാ ഹദിയ കൊടുക്കുന്നത്? ഒരു കേസ് നടക്കുമ്പോൾ അതിൽ ഒരു കക്ഷി ഖാദിയുടെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുത്താൽ സ്വാഭാവികമായും അതിലൊരു സംശയമുണ്ട്, അത് തനിക്ക് അനുകൂലമായി വിധി കിട്ടാനാണോ മറ്റേന്നുള്ളത്. ആ നിലക്ക് അതുകൊണ്ട് ഹദിയ സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മുവല്ലഫുകൾ, ഉദ്യോഗസ്ഥന്മാർ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് സാധാരണക്കാരിൽ നിന്ന് ഒരു ഗിഫ്റ്റും സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെയും നിയമം അതാണ്. ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ജനങ്ങളിൽ നിന്ന് ഗിഫ്റ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നമ്മളെയും സർക്കാരിൻ്റെ നിയമം എന്നാണ് തോന്നുന്നത്. KSRലൊക്കെ അതുണ്ട്, കേരള എഡ്യൂക്കേഷൻ റൂളിലൊക്കെ. ഗിഫ്റ്റ് സ്വീകരിച്ച് വലിയ വില പിടിച്ച ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ, ഒരു ടവല് അതുപോലെയുള്ള ഒരു പെർഫ്യൂം ഒക്കെ ആണെങ്കിൽ സ്വീകരിക്കുക എന്നും, അതല്ലാത്ത ഗിഫ്റ്റുകളാണെങ്കിൽ അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നുമാണ് KSR. അതാരും പരിഗണിക്കണമെന്നില്ല എന്നുള്ളത് മാത്രം. കാരണം അതിലൊക്കെ എന്താണ് ഒരു സംശയമുണ്ട്. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെയും വിധി. ഖാദിക്ക് ഇത് കൊടുക്കാൻ പാടില്ല. അതുപോലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഹദിയ സ്വീകരിക്കാൻ പാടില്ല. പ്രജകളിൽ നിന്ന് ഹാക്കിമുകൾ ഹദിയ സ്വീകരിക്കാൻ പാടില്ല. ഭരണാധികാരികൾ വിലപിടിപ്പുള്ള ഹദിയകളൊന്നും സ്വീകരിക്കാൻ പാടില്ല, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അല്ലാതെ. കാരണം അത് തെറ്റിദ്ധാരണക്ക് കാരണമാകും. ഇതിൽ നിന്ന് ഈ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു നിയമം ഇത് വ്യാഖ്യാനിച്ചെടുത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹദിയ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ രാജാവിനെ ഹദിയ കൊണ്ട് ഒതുക്കാം എന്ന ഒരു അവസ്ഥ വരും. അതല്ലെങ്കിലും ജനങ്ങൾക്കതിൽ തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഹദിയ വേണ്ട, നിങ്ങൾ മുസ്ലിമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരണം, അതാണ് എനിക്ക് പറയാനുള്ളത് എന്നാണല്ലോ. ഉത്തൂനി മുസ്ലിമീൻ, എൻ്റെ അടുക്കലേക്ക് വരിക മുസ്ലിമീങ്ങൾ. അതാണ് ഇർജി ഇലൈഹിം, നീ അവരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ല്. ഫലനഅ്തിയന്നഹും, സുലൈമാൻ നബി പറയുന്നതാണ്, ഫലനഅ്തിയന്നഹും ബിജുനൂദിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് സൈന്യങ്ങളുമായി വരുന്നുണ്ട്. ലാ ഖിബല ലഹും ബിഹ, അതിനെ മുന്നിടാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ തടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അങ്ങനെയുള്ള സൈന്യങ്ങളെയും കൊണ്ട്. വലനുഖ്രിജന്നഹും മിൻഹ, അതിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന് അവരെ നാം പുറത്തിറക്കും. അതില്ലത്തൻ, നിന്ദ്യന്മാരായിക്കൊണ്ട്. വഹും സാഗിറൂൻ, അവർ നിസ്സാരന്മാരായിരിക്കും. അപ്പോൾ ഭരണകർത്താക്കളും വലിയ രാജ്ഞിയും പ്രജകളും ആയിരിക്കുകയില്ല, നിസ്സാരന്മാരായിക്കൊണ്ട് പുറത്തിറക്കും എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഹദിയ തിരിച്ചയച്ചു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഖാല യാ അയ്യുഹൽ മലഉ, എൻ്റെ മലഉകളെ എന്ന് പറഞ്ഞാൽ പ്രമാണിമാരെ, രാജാവിൻ്റെ ചുറ്റുഭാഗത്തും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന പ്രമുഖന്മാർക്കാണ് മലഅ് എന്ന് പറയുക. മുഖ്യന്മാർ, രാജമുഖ്യന്മാർ അല്ലെങ്കിൽ പരിവാരങ്ങളെ അയ്യുക്കും യഅ്തീനി ബിഅർശിഹ, നിങ്ങളിൽ നിന്ന് ആരാണ് അവളുടെ സിംഹാസനം എൻ്റെ അടുക്കൽ വരുക. ഖബ്ല അയ്യഅ്തൂനി മുസ്ലിമീൻ, അവർ എൻ്റെ അടുക്കൽ കീഴ്പ്പെട്ടുകൊണ്ട് വരുന്നതിൻ്റെ മുമ്പ് അവരുടെ സിംഹാസനം എനിക്കാരാണ് കൊണ്ടുവന്ന് തരിക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളോട്, പ്രജകളോട് ചോദിക്കുകയാണ്, ആരാണ് അവരുടെ സിംഹാസനം കൊണ്ടുവന്ന് തരിക. ഖുർആൻ വ്യാഖ്യാതാക്കളെ ഇസ്രായേലിയാത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നുണ്ട്, അവരുടെ സിംഹാസനം സഭയിലെ വിശാലമായ കൊട്ടാരത്തിൽ 7 അറകൾക്കുള്ളിൽ ഒരാൾക്കും പ്രവേശിക്കാൻ കഴിയാത്ത അത്ര വിശാലമായ ഒരു മുറിയിലായിരുന്നു അവരുടെ സിംഹാസനം സൂക്ഷിച്ചിരുന്നത്. അതിനൊരുപാട് പ്രത്യേകതകളും വിലപിടിപ്പുള്ള ഒരുപാട് മുത്തുകളും സ്വർണങ്ങളും കൊണ്ട് അലങ്കൃതമായ സിംഹാസനങ്ങളായിരുന്നു എന്നൊക്കെ കിതാബുകളിൽ കാണാം. അതൊന്നും പ്രാമാണികമായി തെളിയിക്കപ്പെട്ടത് നബി പറയാത്തത് കൊണ്ട്
നമ്മളത് ഇതിൻ്റെ വ്യാഖ്യാനമായി കാണണ്ട. ഒന്ന് പറയാം, അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവൾക്ക് വലിയൊരു സിംഹാസനമുണ്ട് എന്ന് എന്ന് നമുക്ക് പറയാം. ഇനി അവരിങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് എത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്നും പറയാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുലൈമാൻ നബി അലൈഹിസ്സലാം ഫലസ്തീനിലാണ് ഉണ്ടായിരുന്നത്, ഷാമിലാണ്. ഇവരാണെങ്കിൽ സബയിലാണ്, യമനിലാണ്. അന്നത്തെ ഒരു അവസ്ഥ വെച്ച് 4 മാസത്തെ വഴിദൂരമുണ്ട് പോയി വരാൻ എന്നാണ് പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് 2 മാസത്തെ വഴിദൂരമാണ് യാത്ര. അപ്പം അത്രയും ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ സിംഹാസനം അവരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവരണം. ഏറ്റവും ചുരുങ്ങിയത് അന്ന് അവൾ പുറപ്പെടുകയാണെങ്കിൽ, സൈന്യപരിവാര സമേതം പുറപ്പെടുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഫലസ്തീനിലേക്ക് അവരെത്തുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 4 മാസത്തെ വഴിദൂരം, ഇവിടുന്ന് അങ്ങോട്ട് പോകണം, അവിടുന്ന് കണ്ട് വരണം, ഈ സാധനം കൊണ്ടുവരണം എന്നൊക്കെ വ്യാഖ്യാതാക്കൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിത്രേ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളൂ. അവർ എൻ്റെ അടുക്കലേക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വരുന്നതിന് മുമ്പ് ആ സിംഹാസനം ആരാണ് കൊണ്ടുവന്ന് തരിക? ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ഭീകരൻ പറഞ്ഞു എന്ന്. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരൻ, നമ്മൾ ചീത്ത പറയാൻ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇഫ്രീത്ത്. ആ ഇഫ്രീത്ത് വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അത് ഇതിൽ നിന്ന് വന്ന ഒരു പദമാണ് ഇഫ്രീത്ത്, ഭീകരൻ. കഅന്നഹുൽ ജബലു എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാം. അവനൊരു പർവ്വതം പോലെ വലുപ്പമുള്ള ഒരു ഭീകര ജന്തുവായിരുന്നു ഇഫ്രീത്തു മിനൽ ജിന്ന് എന്നതും. ജിന്നുകളുടെ വർഗത്തിൽപ്പെട്ട ഏറ്റവും ശക്തനായ, എല്ലാവരെക്കാളും കഴിവും ശക്തിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ എന്നുമൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നു. ഖുർആൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ഭീകരൻ പറഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇഫ്രീത്തു മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു, അതാ അൽ ഖവിയ്യുൻ നശീത്തു ജിദ്ദൻ എന്നാണ് ഇഫ്രീത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം കൊടുത്തത്. അതിശക്തനായ, വളരെ ഉന്മേഷവാനായ, എന്ത് ചെയ്യാനും താല്പര്യപ്പെടുന്ന, നശീത്തതാണ് ആക്റ്റീവ്, നശീത്ത്. അപ്പം ശക്തനും ആക്റ്റീവുമായ ഇഫ്രീത്ത്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ഇഫ്രീത്ത്. അവൻ പറഞ്ഞു, അന ആതീക ബിഹി, താങ്കൾക്ക് ഞാനത് കൊണ്ടുവന്ന് തരാം. ആതീക എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം, ബിഹി ആ സിംഹാസനത്തിനെ, ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന്, ഈ മക്കാമിൽ നിന്ന്, ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ്, കാമമി മക്കാമിഹി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്തുനിന്ന് അല്ലെങ്കിൽ ഉള്ളയിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി എന്നാ. ഖബ്ല അൻ തഖൂമ മിൻ മക്കാമിക, നിങ്ങളുടെ മക്കാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സ്ഥലം എന്നാ. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാം. രാജാക്കന്മാർ രാവിലെ ജനങ്ങളുമായി സംസാരിക്കാനും ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാനും രാവിലെ ഇരുന്നാൽ മധ്യാഹ്നം വരെ അവിടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. അന്നത്തെ സംഭവങ്ങൾ വെച്ചുകൊണ്ട്, അന്നത്തെ രാജാക്കന്മാരുടെ പതിവ് സമ്പ്രദായം വെച്ചുകൊണ്ട്. ഏതായിരുന്നാലും ഒരു ഉച്ചക്ക് മുമ്പുള്ള സമയം വരെ ആയിരുന്നു ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങളിൽ താമസിക്കുന്ന ഈ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്തിൻ്റെ ദൈർഘ്യം ഒരു ഉച്ചക്ക് മുമ്പുള്ള സമയം വരെ ആയിരുന്നു എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഖുർആനത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഇവിടുന്ന് വരുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഖബ്ല അൻ തഖൂമ മിൻ മജ്ലിസിക, നിങ്ങളുടെ ഈ മജ്ലിസിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ വൽ മൊയ്താദു മിനൽ മജാലിസി തവീലത്തി അൻ തക്കൂന മൊയ്ലമല്ലുഹ നഹ്വ സുലുസി യൗമിൻ, ഹാദാ നിഹായത്തുൽ മൊയ്താദ് എന്നാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതായത് ഒരു ദിവസത്തിൻ്റെ 1/3 സമയം
ഭരണകർത്താക്കൾ സുലൈമാൻ നബി അലൈഹി സ്വലാമൊക്കെ ജനങ്ങളോടൊപ്പം ഇരുന്ന് ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ദിവസത്തിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ഒരു ളുഹാ സമയം, മധ്യാഹ്ന സമയം അത്രയൊക്കെ ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ അവസ്ഥ അതായിരിക്കാം. അപ്പോൾ അതാണ് ഖബല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം. എന്നിട്ട് അവൻ തന്നെ പറയുന്നു വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ അതിന് കവിയാണ്, കഴിവുള്ളവനാണ്, അമീനുൻ വിശ്വസ്തനുമാണ്. കവിയ് കഴിവുള്ള, ശക്തിയുള്ളവൻ. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി, കവിയ് ശക്തനാണ്, അമീൻ വിശ്വസ്തനുമാണ്, എനിക്കത് കൊണ്ടുവന്ന് തരാൻ കഴിയും. അപ്പോൾ ജിന്നുകൾക്ക് മനുഷ്യർക്ക് അല്ലാഹു തആല കൊടുക്കാത്ത ചില കഴിവുകൾ ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതാണല്ലോ. പിശാചുക്കൾ ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി മിനൽ ഇൻസാൻ, പിശാച്ച് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്ത് വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹിയായ ഹദീസിലുണ്ട്. അപ്പോൾ ജിന്ന് പിശാചുക്കൾക്ക് രക്തസഞ്ചാരമുള്ള നാഡിനരമ്പുകളിൽ കൂടി വരെ സഞ്ചരിക്കാനും മനുഷ്യനെ പിഴപ്പിക്കാനും ചിലതൊക്കെ തോന്നിപ്പിക്കാനും സാധിക്കുമെന്നും, അതുപോലെ മനുഷ്യൻ്റെ പരിമിതമായ കഴിവുകൾക്കപ്പുറത്തുള്ള കഴിവുകൾ കൊണ്ട് അവർക്ക് മനുഷ്യരെ ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ കഴിയുമെന്നൊക്കെ ഇതിൽ നിന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിലേറെയൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുതരാം, നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്ന് ഇഫ്രീത്ത് പറഞ്ഞു. കാല, അപ്പോൾ കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കാലൽ, അപ്പോൾ മറ്റൊരാൾ പറയാണ്, കാല പറഞ്ഞു, അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിനെ പറ്റിയുള്ള ജ്ഞാനം ഉള്ള ഒരാൾ പറഞ്ഞു. അപ്പോൾ വേദഗ്രന്ഥത്തെ പറ്റിയുള്ള ഇൽമും മിനൽ കിതാബ്, വേദത്തെ പറ്റിയുള്ള ഒരു ദിവ്യജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു. ഇതാരാണ് എന്ന കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും സ്വീകരിക്കാൻ ഈ അല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ് എന്ന് ആരാണ് നബിയെ എന്ന് സഹാബിമാർ ചോദിച്ചിട്ടുമില്ല, നബി അത് പറഞ്ഞിട്ടുമില്ല. പിന്നെ നമുക്കുള്ളത് എന്താ? ഖുർആനിലോ ഹദീസിലോ ഇല്ല. പിന്നെന്താണുള്ളത്? ഇതൊരു ഇജ്മാവും ഖിയാസുമായിട്ട് ഇത് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം ഈ വിഷയത്തിൽ ആരാണ് അല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൻ്റെ അറിവുള്ളവൻ എന്നറിയുന്നത് ഇന്നാളാണെന്നുള്ള പണ്ഡിതന്മാരുടെ പിന്നെ ഇജ്മാ ഏകകണ്ഠ അഭിപ്രായമില്ല, ഖിയാസും ഇല്ല. അതായത് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി പറയാൻ ഒരു മതവിധിയൊന്നും അല്ലല്ലോ. പിന്നെന്താണുള്ളത്? മുൻകഴിഞ്ഞ വേദക്കാരുടെ അഭിപ്രായങ്ങളാണ്. അത് നമുക്ക് പറയാം, അങ്ങനെയൊക്കെ ആവാം എന്ന് നമ്മൾക്ക് ഊഹിക്കുകയും ചെയ്യാം. അതാണ് ഈ പറഞ്ഞത് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് അധികാരമില്ല. ലാ തുസദ്ദിഖു അഹ്ലൽ കിതാബി വലാ തുകദ്ദിബൂഹും, അഹ്ലു കിതാബികളെ നിങ്ങൾ സത്യമാണ് എന്ന് അംഗീകരിക്കരുത്, എന്നാൽ അത് കളവാണ് എന്ന് പറയുകയും ചെയ്യരുത്. അവിടെ അങ്ങനെ സ്റ്റേ ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇൻദഹു ഇൽമുൽ മിനൽ കിതാബിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സ്വകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന ഒരു ജിന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ അധിക പേരും പറഞ്ഞത് ഇൻദഹു അല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ് എന്ന് പറഞ്ഞാൽ റജുലുൻ ആലിമുൻ സ്വാലിഹുൻ, അത് ജിന്നല്ല, ഒരു മനുഷ്യൻ, ആലിമുൻ സ്വാലിഹുൻ, സാലിഹായ സാധാരണ മനുഷ്യൻ തന്നെയാണ്, ജിന്നല്ല, ആലിമായ പണ്ഡിതനായ സ്വാലിഹായ ഒരാളായിരുന്നു ആസഫ് ബിൻ ബർഖിയ എന്നാണ്. ബർഖിയായുടെ മകൻ ആസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അസ്മാഉൽ അലീം, അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുല്ലാഹിൽ ആയുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തിനെ പറ്റിയുള്ള സാധാരണ മറ്റുള്ളവർക്കില്ലാത്ത ജ്ഞാനവും അറിവൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചാൽ എന്തും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള ചില അറിവുകളുള്ള ആസഫ് ബിൻ ബർഖിയയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. അവരുടെ പ്രമാണം അഹ്ലു കിതാബിൻ്റെ വേദഗ്രന്ഥങ്ങളായിരിക്കാം.
എന്തായാലും ഖുർആൻ നമുക്കത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലദീ ഇൻദഹു മിനൽ ഇൽമു മിനൽ കിതാബ്. ഇനി അതല്ല, ആസഫുവിന് ബർഖി അല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് അല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബി, വേദഗ്രന്ഥത്തിനെ പറ്റിയുള്ള അറിവുള്ളവൻ എന്ന് പറഞ്ഞത് എന്നും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇഫ്രീത്ത് ഞാൻ നിങ്ങളിവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഇൽമു മിനൽ കിതാബുള്ള ആൾ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, നിങ്ങളുടെ കണ്ണ് മടക്കുന്നതിൻ്റെ മുമ്പ്, ചിമ്മിയ കണ്ണ് തുറക്കുകയോ തുറന്ന കണ്ണ് പൂട്ടുകയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ കണ്ണിമവട്ടി എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാനത് കൊണ്ടുവന്ന് തരാം എന്ന് ഇൽമു മിനൽ കിതാബ് അതിനെപ്പറ്റിയുള്ള അറിവുള്ള ആൾ പറഞ്ഞു എന്നാണ്. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, അതെങ്ങനെയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സലഫുകളായ ആളുകളും പറഞ്ഞത്, ഇൽമു മിനൽ കിതാബുള്ള ആൾ എന്ന് പറഞ്ഞാൽ സാലിഹായ ഒരു നല്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ജ്ഞാനം, ഇസ്മുല്ലാഹിൽ അഅ്ലം അറിയുന്ന ഒരാളായിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ നാമം, ആ നാമം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ അള്ളാഹു ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കാരണം ഇന്നമാ അമ്രുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹു ഒരു കാര്യം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ അതുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ അറിയുന്ന ഏറ്റവും നല്ല ഒരു മനുഷ്യനായിരുന്നു അത് എന്ന് പറയുന്നു. ഏതായിരുന്നാലും അദ്ദേഹം ഓഫർ ചെയ്തത് എന്താണ്? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, നിങ്ങളുടെ കണ്ണിമ വെട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാം എന്നാണ്. അപ്പോൾ അങ്ങനെ അതവിടെ നിർത്തുകയാണ്. പിന്നെ അത് കൊണ്ടുവന്നു കൊണ്ടുകൊടുത്തു സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ. അവരുടെ സിംഹാസനം, ആ 7 അറകളും തുറന്ന് ആ സിംഹാസനം അവിടെ നിന്ന് എടുത്ത് ഇവിടെ എത്തിച്ചു എന്നാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ മുഅ്ജിസത്തുകളാണ്, അതിൻ്റെ അപ്പുറം നമ്മളൊന്നും അറിയണ്ട. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി കൊണ്ടടിച്ചപ്പോൾ കടൽ പിളർന്നു എന്ന് വിശ്വസിക്കുന്ന, വടി പാമ്പായി എന്നും പാമ്പ് പിന്നീട് വടിയായി എന്നും വിശ്വസിക്കുന്ന ഒരക്ഷരജ്ഞാനമില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും പറയാൻ പറ്റാത്ത വിധം ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു മുഅ്ജിസത്താണ്. അങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്ത അള്ളാഹുവിന് ഈ തരത്തിലുള്ള ഒരു മുഅ്ജിസത്തും സുലൈമാൻ നബി അലൈഹി സ്വലാം മുഖേന കാണിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അത് കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, ഫലമ്മാ റആഹു, സുലൈമാൻ നബി അലൈഹിസ്സലാം അതിനെ, ആ സിംഹാസനത്തെ കണ്ടപ്പോൾ, മുസ്തഖിറൻ ഇൻദഹു, തൻ്റെ അടുക്കൽ അവിടെ മുസ്തഖിറായിട്ട്, അതായത് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചതായിട്ട് കണ്ടപ്പോൾ, അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നു. ആ പറഞ്ഞതിന് സമയം തന്നെ അതവിടെ മുസ്തഖിറാക്കി, അതവിടെ കൊണ്ടുവന്നതായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ ഖാല, സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, ഇത് എൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ സ്തുതിച്ചു അദ്ദേഹം. അത് ഹാദാ മിൻ ഫളി റബ്ബി, എന്തെങ്കിലും നല്ല കാര്യമുള്ള ഇടത്തൊക്കെ എഴുതി വെക്കണ് കാണാം. അത് എഴുതി വെച്ചാൽ പോരാ, അത് നമ്മൾ പറയലാണ്. അള്ളാഹുവിനെ സ്തുതിച്ചു. എന്ത് അനുഗ്രഹം കിട്ടിയാലും അള്ളാഹുവിനെ സ്തുതിക്കണമല്ലോ. അപ്പോൾ ആ പ്രവാചകൻ ഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലി യബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, പരീക്ഷണം, ലി യബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അഷ്കുറു, ഞാൻ നന്ദി ചെയ്യുമോ, അം അക്ഫുറു, അല്ലെങ്കിൽ ഞാൻ നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. ഇതിപ്പോൾ എഴുതി വെക്കണ്ടപോലെ ആശേരി പറഞ്ഞല്ലേ, ഇതാ പെരപ്പണി എടുത്തായിട്ട് ഇനിയപ്പോൾ നിങ്ങളാ ബോർഡ് വെച്ചോളി മാപ്പിളെ അറിയുമ്പോൾ അതവിടെ വെക്കും. അത് എഴുതുണ്ടവനും അത് വെച്ചോനും
അതൊക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ അത് നന്ദി ചെയ്യുന്നുണ്ടോ ലി യഷ്കുറുവ മഖ്ഫുറു എന്നുള്ളത് ചിന്തിക്കാറ് പോലുമില്ല. അതൊരു സാധനമായിട്ട് ചില ആളുകളൊരു കുട്ടിൻ്റെ കോലം വെക്കും, ചില ആളുകൾ വേറൊരു കള്ളികൊമ്പ് തൂക്കിയിടും, കുറേ ആളുകളൊരു കറുത്ത ബൊമ്മ തൂക്കിയിടും, ആ കൂട്ടത്തിൽ വേറൊരാൾ കരിങ്കണ്ണ നോക്കി നെയ്തും. അതുപോലെ ആദാമിയും പൊതിൽ റബ്ബിയത് അല്ല, ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതൊരു ഓർമ്മയാണ്. അഷ്കുറു നന്ദി ചെയ്യുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹ് നൽകിയ ഒരു ഫضലാണ്. ഇപ്പം നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ, നല്ലൊരു വീടൊക്കെ ആകുമ്പോൾ അത് നന്ദികേട് ചെയ്യുമോ, ആ വീടിൻ്റെ ഉള്ളിൽ അതാ നന്ദി കാണിക്കുമോ എന്ന് നോക്കാൻ എനിക്ക് അള്ളാഹ് തന്ന ഫضലാണ് ഈ വീടും ഈ വീടിൻ്റെ സമ്പത്തും എന്നൊക്കെ ഒരാൾ ചിന്തിച്ചാൽ അത് വലിയ പുണ്യമാണ്. അങ്ങനെ ആവാറില്ല സാധാരണ, എന്നാൽ ഉണ്ടാവുകയും ചെയ്യാം. അള്ളാഹു അല്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പറഞ്ഞു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളും ചെറിയ ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പോലും അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. ഒരിക്കൽ തുമ്മിയാൽ പോലും അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. അള്ളാഹുവിന് എപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വമൻ ശക്കറ, ആരെങ്കിലും ശുക്ർ ചെയ്താൽ, അള്ളാഹുവിന് നന്ദി ചെയ്താൽ, ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആ ശുക്ർ തൻ്റെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് അവൻ ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് അള്ളാഹ്ക്ക് അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നുമില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായാലും എൻ്റെ അധികാരത്തിന് ഒരു മേന്മയും ഒരു വളർച്ചയും അതുകൊണ്ടുണ്ടാവില്ല. നിങ്ങളെല്ലാവരും എന്നോട് നന്ദികേട് കാണിക്കുന്ന ദോഷികളായി ജീവിച്ചാലും എനിക്ക് മാ നഖസദാലിക മിൻ മുൽക്കി ശൈഅ, അതാണ് ഇബ്ന ആദം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ട്, ഹദീസ്. അതിലാ നിങ്ങളെല്ലാവരും കാന അല അത്ഖ ലൗ അന്ന ഇൻസക്കും വ ജിന്നക്കും ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അല അത്ഖ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. എൻ്റെ അടിമകളെ, യാ ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങൾ ഇൻസും ജിന്നും, അവലും ആഖിറും, ആദ്യത്തവരും അവസാനത്തവരും, ഇൻസും ജിന്നുമെല്ലാം, കാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഒരാളിലെ ഏറ്റവും ഭക്തനായ മുത്തഖിയായ ആളെപ്പോലെ, നിങ്ങൾ ലോകത്തുള്ള കലാകാലമുള്ള എല്ലാ മനുഷ്യരും മുത്തഖീങ്ങളായാൽ, മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ, എൻ്റെ അധികാരത്തിൽ ഒരു ഗുണവും വർദ്ധിക്കുകയില്ല. ഇനി അതിൻ്റെ നേരെ വിപരീതം എന്താണ്? യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇൻസും ജിന്നും നിങ്ങളുടെ ഏറ്റവും തോന്നിവാസിയെപ്പോലെ എല്ലാവരും തോന്നിവാസികളായാലും, മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, എൻ്റെ അധികാരത്തിൽ ഒന്നും കുറവുമില്ല. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ നമുക്കുണ്ട്, പടച്ചോനെന്താ ഒന്നുമില്ല. നമ്മൾ തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. വമൻ ശക്കറ, ആരെങ്കിലും നന്ദി ചെയ്താൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ്റെ നഫ്സിന് ഗുണമായിക്കൊണ്ട് തന്നെയാണ് അവൻ നന്ദി ചെയ്യുന്നത്. വമൻ കഫറ, ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, തീർച്ചയായും എൻ്റെ റബ്ബ് ഗനിയാണ്, ആവശ്യമില്ലാത്തവനാണ്. അതായത് ഐശ്വര്യവാനാണെന്ന് പറഞ്ഞാൽ നിങ്ങളെയൊന്നും ആവശ്യം, അടിമകളുടെ നന്ദിക്കും നന്ദികേടിനും ആവശ്യമില്ല അള്ളാഹുവിന്. കരീമുൻ, അവൻ മാന്യനാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നന്ദി ചെയ്തില്ലാച്ചിട്ട് ആളുകളെ ഒന്നാകെ അള്ളാഹു തആല കരിച്ച് കൊല്ലൊന്നുമില്ല, നരകത്തിലിട്ട് ശിക്ഷിക്കും, അത് വേറെ. അള്ളാഹു മാന്യനാണ്, കരീമാണ്, നല്ല ഔദാര്യം ചെയ്യുന്നവനാണ്, വനിയാണ്. അപ്പം നമ്മളൊക്കെ നന്ദികേട് കാണിച്ച് ജീവിച്ചാലും നമ്മളെ തടിയും ആരോഗ്യവും നമ്മളെ സ്വത്തും മക്കളും നമ്മളെ പ്രമാണവും നമ്മളുടെ ഈ വലിയ സ്ഥാനവും മാനങ്ങളൊക്കെ നിലനിൽക്കും. നന്ദികേട് ചെയ്ത് ജീവിച്ചാലും ഇതൊക്കെ ഉണ്ടാവും. നന്ദി ചെയ്ത് ജീവിച്ചാലും നമുക്ക് കിട്ടിയത് അള്ളാഹ് തരും. നന്ദി ചെയ്ത് വെച്ചിട്ട് അധികം ദുന്യാവിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. റബ്ബ് ഗനിയാണ്, നമ്മളെ ഒന്നും ആവശ്യമില്ലാത്തവനാണ്, കരീമാണ്, ഉദാരനാണ്, അല്ലെങ്കിൽ മാന്യനാണ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. അതിന് നമുക്കുള്ള പാഠം അതാണ്. എന്ത് ചെറിയതിനും വലിയതിനും
നമ്മൾ നന്നായി അള്ളാഹുവിന് നന്ദി ചെയ്യണം. എങ്ങനെയാണോ നന്ദി ചെയ്യേണ്ടത് അങ്ങനെ നന്ദി ചെയ്യണം. ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്ദി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നന്ദി ചെയ്യേണ്ടതുണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും നന്ദി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി വീതിച്ചു കൊടുത്തുകൊണ്ട് നന്ദി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നന്ദി ചെയ്യണം. കാല എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, നക്കിറൂലഹ അർഷഹ, നക്കിറൂലഹ അർഷഹ, അവളുടെ സിംഹാസനം നിങ്ങൾ പരിചയമില്ലാത്ത വിധം മാറ്റുക. നക്കറ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാത്ത വിധം മാറ്റം വരുത്തിയെന്ന്. നക്കിറൂലഹ അർഷഹ, ബൽഖീസിൻ്റെ സിംഹാസനം നിങ്ങൾ തിരിച്ചറിയാത്ത വിധം മാറ്റം വരുത്തുക എന്ന് സുലൈമാൻ നബി പറഞ്ഞു. കാരണം അത് മനസ്സിലാക്കൂല, അവരുടെ ബുദ്ധി പരിശോധിക്കാനായിരിക്കാം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. വരുന്ന രാജ്ഞിക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട്, അവൾ എത്രത്തോളം സൂക്ഷ്മതയുണ്ട്, അതൊക്കെ പരിശോധിക്കാനാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവർ. നക്കിറു, നിങ്ങളതിനെ മാറ്റം വരുത്തുക, പരിചയമില്ലാത്ത മാറ്റം. ലഹ അർഷഹ, അവളുടെ അർഷിൽ നിങ്ങൾ മാറ്റം വരുത്തുക എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്നിട്ട് നല്ലുർ, നമുക്ക് നോക്കാം, അത്തഹ്തദി, അവർ നേർവഴിക്ക് വരുമോ, അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ, അവർ നേർവഴി കാണാത്തവരിൽ പെടുമോ എന്ന് നോക്കാം. അവിടെ അത്തഹ്തദി എന്ന് പറഞ്ഞാൽ അവർ നേർവഴിക്ക് വരുമോ എന്നത്, അതായത് ശരിയായ എൻ്റെ സിംഹാസനമാണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ശരിക്കും ഇത് തിരിച്ചറിയുമോ അതല്ല തിരിച്ചറിയാതിരിക്കുമോ എന്ന ഒരർത്ഥമാകാം. അതല്ല അവളുടെ ബുദ്ധി കൊണ്ട് ഇതിൻ്റെ വസ്തുത അവൾ കണ്ടെത്തുമോ, അതിൻ്റെ ശരിയായ രീതി കണ്ടെത്തുമോ, അതാണ് നേർവഴിക്ക് വരിക എന്നുള്ളത്. അതല്ല കണ്ടെത്തുകയില്ലേ, അവൾക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ട് ഇല്ല, അതാവാം. അതല്ല അവൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിദായത്തിലേക്ക് വരുമോ അല്ലേ എന്നുമാവാം. അത്തഹ്തദി, അവൾ നേരിലേക്ക് വരുമോ, അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ, നേരിലേക്ക് വരാത്ത തിരിച്ചറിയാത്ത സിംഹാസനമാണല്ലോ, എന്നാൽ തൻ്റേതാണോ അല്ലേ എന്ന് തിരിച്ചറിയുമോ തിരിച്ചറിയാതിരിക്കുമോ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഏതായിരുന്നാലും അവരെ നമുക്കൊന്ന് പരീക്ഷിക്കാം, നിങ്ങളതിനെ തിരിച്ചറിയാതെ വിധം മാറ്റം വരുത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഫലമ്മാ ജാഅത്ത്, അങ്ങനെ അവൾ വന്നപ്പോൾ, അവർ വന്നു, സുലൈമാൻ നബിയുടെ അടുക്കൽ വന്നു. ഖീല ലഹ, ഖീല, അവരോട് പറയപ്പെട്ടു, അഹാക്കദാ അർശുക്കി, ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെയും സിംഹാസനം, ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ സിംഹാസനം എന്ന് ആരോ ചോദിച്ചു. കാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, കഅന്നഹു ഹുവ, അതുപോലെ ഇരിക്കുന്നു എന്ന്. അതാണ് എന്ന് പറഞ്ഞില്ല, കാരണം ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ അവരത്രമാത്രം ബുദ്ധി ഉണ്ടായിരുന്നു. അതാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ സിംഹാസനത്തിലുണ്ടോ, ഈ മാറ്റങ്ങൾ കുറേ മുത്തും രത്നങ്ങളൊക്കെ അത് വെക്കേണ്ട സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ചില രൂപപ്പെടുത്തലുകൾ ഉണ്ടാക്കി എന്ന് ഈ വാചകത്തിൽ നിന്ന് ഊഹിച്ചെടുത്തുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി ചോദിക്കും, അത് തന്നെ പറയാം, ഈ മുത്തും രത്നങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ നിങ്ങളെ സിംഹാസനത്തിലുള്ളതെന്ന് പറഞ്ഞേ. എന്നാലോ അതാണെന്ന് അവർക്ക് അറിയാം, അതിൽ മാറ്റം വരുത്തിയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, കഅന്നഹാ ഹുവ, അത് ഇതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഉണ്ട്, എൻ്റെ സിംഹാസനത്തിൻ്റെ മാതിരിയൊക്കെ ഉണ്ടത്, ഇതാണ് എന്ന് പറയാൻ പറ്റൂല. വ ഊത്തീന കാലത്ത് കഅന്നഹു ഹുവ, അത് ഇതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ അന്ന പോലെ. വ ഊത്തീനൽ ഇൽമ മിൻ ഖബ്ലിഹാ വ കുന്നാ മുസ്ലിമീൻ, വ ഊത്തീനൽ ഇൽമ, നമുക്ക് അറിവ് നൽകപ്പെട്ടിരുന്നു, മിൻ ഖബ്ലിഹാ, അവൾക്ക് മുമ്പ്, വ കുന്നാ മുസ്ലിമീൻ, നമ്മൾ മുസ്ലിങ്ങളുമായിരുന്നു. അതായത് അവർക്ക് നല്ല അറിവും ബുദ്ധിയുമുണ്ട്, അതിൻ്റെ മുമ്പ് നമുക്ക് തന്നെ നല്ല അറിവും ബുദ്ധിയും അല്ലാഹ് നൽകിയിട്ടുണ്ട്. ഇത് സുലൈമാൻ നബിയുടെ വചനമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ, അവളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ഇൽമ് നമുക്കും അല്ലാഹ് നൽകിയിട്ടുണ്ട്. കാരണം തൻ്റെ സിംഹാസനം ഒരിക്കലും അതിവിടെ എത്താൻ സാധ്യതയില്ല.
അത്രമാത്രം 7 കോട്ടക്കുള്ളിലിട്ട് പൂട്ടിവെച്ച തൻ്റെ സിംഹാസനം ഇവിടെ എത്തി. അത് തന്നെ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇരിക്കുന്നു, നിഷേധിച്ചില്ല, അതല്ലാന്ന് നിഷേധിച്ചില്ല. കാരണം അതൊരിക്കലും ഇവിടെ എത്താൻ സാധ്യതയില്ലല്ലോ. അവിടുന്ന് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അവർ പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് ഇവിടുന്ന് അവിടെ ചെന്ന് ഒരാൾ സിംഹാസനം എടുത്തുകൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും അവർ ചിന്തിച്ചിട്ടില്ല. എന്നിട്ടും അവർക്കത് തിരിച്ചറിഞ്ഞു. എന്നാൽ അത് ഉറപ്പ് പറയാതിരുന്നത് മാറ്റങ്ങളുണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ബുദ്ധിയും അറിവും അപാരമായിരുന്നു. ആ രാജ്ഞിയുടെ ബുദ്ധി അപാരമായ അറിവുണ്ടായിരുന്നു. അപ്പോൾ സുലൈമാൻ നബി പറയാണ് വഊതീനൽ മിൻ ഖബ്ലിയ, അവരുടെ മുമ്പ് തന്നെ നമുക്ക് അറിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനേക്കാളും വലിയ അറിവ് നമുക്ക് നൽകി. അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിച്ചത്. പിന്നെ വകുന്ന മുസ്ലിമീൻ, നമ്മൾ മുസ്ലിങ്ങളായിട്ടുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ. അവരിവിടെ എത്തേണ്ട തന്നെ നമ്മൾ മുസ്ലിങ്ങളായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനേക്കാളും അറിവുണ്ട് എന്ന് പറഞ്ഞു. ഈ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നു, മനുഷ്യൻ്റെ കായിക ശേഷിയല്ല, വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനശേഷിയാണ് വലിയത്. അതെന്താന്ന് വെച്ചാൽ ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്. വാന, ഞാൻ കവിയുൻ അമീൻ, വ ഇന്നി അലൈഹി ല കവിയുൻ അമീൻ, എനിക്കതിനുള്ള കുവ്വത്തുണ്ട്, വിശ്വസ്തതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇൽമുള്ള ഒരാൾ, അള്ളാഹു അറിവ് നൽകിയ ഒരാൾ പറഞ്ഞു കണ്ണിന് അയിമവട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. അപ്പം ഇവിടെ കഴിവ് ആരുടേതാണ്? ഇഫ്രീത്തു മിനൽ ജിന്നിൻ്റെ കുവ്വത്തിനേക്കാളും ഇൽമു മിനൽ കിതാബ് എന്ന് പറയുന്ന രണ്ടാമത്തെ ആളുടെ അറിവിനാണ് ഇവിടുത്തെ പ്രാധാന്യം. അപ്പോൾ അറിവിനാണ് കുവ്വത്തിനേക്കാളും ശക്തി എന്ന് ഇതിൽ നിന്ന് ഖുർആൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അറിവാണ് പ്രധാനം, ശക്തി കായിക ശേഷിയല്ല. അതുകൊണ്ട് നമ്മൾ അറിവുണ്ടാവുകയും പഠിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയും ചെയ്താൽ നമ്മുടെ കായിക ശക്തിയേക്കാളും നമ്മളുടെ എണ്ണവണ്ണത്തിലുള്ള ശക്തിയേക്കാളും അള്ളാഹു തആല നമുക്ക് ശക്തി നൽകും എന്ന് ഇതിൽ നിന്ന് ഊഹിക്കാം എന്ന് പറയപ്പെടുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ആവട്ടെ, ഏതായിരുന്നാലും കാലത്ത് കഅന്നഹു ഹുവ, അവർ പറഞ്ഞു അത് എൻ്റെ സിംഹാസനം പോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹ, അവർക്ക് മുമ്പ് നമുക്കും അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. വകുന്ന മുസ്ലിമീൻ, നമ്മൾ മുസ്ലിങ്ങളായിരുന്നു. വസദ്ദഹ മാ കാനത് തഅ്ബുദു മിൻ ദൂനില്ലാ, അവർ മുസ്ലിം ആകുന്നതിൽ അപ്പം അത്ര ബുദ്ധിയൊക്കെ ഉണ്ട്, അവർക്ക് വലിയ ബുദ്ധിയൊക്കെ അവർക്കുണ്ട്. പക്ഷേ വസദ്ദഹ, അവരെ തടഞ്ഞു. മാ കാനത് തഅ്ബുദു മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിച്ചിരുന്ന ആ കാര്യം അവരെ ഇത്ര ബുദ്ധിയും അറിവുമുണ്ടായിട്ട് പോലും ദീന് സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വം കണ്ടെത്തുന്നതിൽ നിന്ന് സദ്ദഹ, അവരെ തടഞ്ഞത് മാ കാനത് തഅ്ബുദു മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ അവർ ആരാധിച്ചിരുന്നവയാണ്. അള്ളാഹുവിന് പുറമെ മറ്റൊന്നിനെ ആരാധിക്കുകയോ അവരോട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവ യഥാർത്ഥം കണ്ടെത്തുന്നതിൽ നിന്ന് ആ വിശ്വാസം തടസ്സമാകും. അതാണ് ബൽഖീസിന് അറിവിൻ്റെ കുറവല്ല, ബുദ്ധിയുടെ കുറവല്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു, അതിങ്ങനെ താവഴിയായി ആരാധിച്ചു പോന്നു. അതുകൊണ്ട് ബുദ്ധി ഉണ്ടായിട്ടും വലിയ അറിവുണ്ടായിട്ടൊന്നും ഉപകാരം ഉണ്ടായില്ല. മുസ്ലിം ആവാനോ അള്ളാഹുവിന് കീഴ്പ്പെടാനോ അവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഇന്നഹ കാനത്ത് മിൻ ഖൗമിൻ കാഫിരീൻ, അവർ ആ സ്ത്രീ മിൻ ഖൗമിൻ കാഫിരീൻ, നിഷേധികളായ ജനങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. കാരണം ആ ജനങ്ങളോടൊപ്പം തഅ്ബുദു മിൻ ദൂനില്ലാ, അള്ളാഹുവിൻ്റെ പുറമെ ആരാധിച്ചിരുന്ന ആ ഒരു രീതിയിൽ അവർ ഇടപെട്ടത് കൊണ്ട് അവർ കാഫറുകളുടെ കൂട്ടത്തിലായി. അവർ ഇസ്ലാമാകുന്നതിൽ നിന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുള്ള വിശ്വാസം വരുന്നതിൽ നിന്നോ ആ ആരാധനാ കർമ്മങ്ങൾ അവരെ തടഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ജനങ്ങൾ ചെയ്തു വരുന്ന ആ രീതിയിൽ നമ്മൾ പെട്ടുപോകരുതെന്നും നമ്മൾ അറിവും ബുദ്ധിയും പ്രയോജനപ്പെടുത്തണമെന്നുമൊക്കെ ഇതിൽ കൂടി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ അവരവിടെ എത്തി സിംഹാസനം കണ്ടു. ഖീല ലഹ ദുഖുലി സർഹ, ഖീല ലഹ, അവരോട് പറയപ്പെട്ടു,
ഉദ്ഖുലി, ഉദ്ഖുൽ എന്ന് പറഞ്ഞാൽ നീ കടക്ക് ആണുങ്ങളോട്, ഉദ്ഖുലി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളോടാണ്. ഉദ്ഖുലി അസ്ർഹ, ഈ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് സ്വാഭാവികമായും അതിഥിയായ രാജ്ഞിയാണല്ലോ. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ കടന്നു വരൂ. ഉദ്ഖുലി അസ്ർഹ, ഈ കൊട്ടാരത്തിലേക്ക് കടന്നു വരിക എന്ന് അവരോട് പറയപ്പെട്ടു. സർഹ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നാണ്, കോട്ട, കൊട്ടാരം, അതാണ്. പിന്നെ ഫലമ്മ റഅത്തുഹു, അവർ, റഅത്ത് അവൾ, ആ സ്ത്രീ, ഹു ആ കോട്ടയെ കണ്ടപ്പോൾ, ഹസിബത്തുഹു ലുജ്ജത്തൻ, അതൊരു വെള്ളത്തിൻ്റെ തടാകമാണ് എന്ന് അവർ വിചാരിച്ചു പോയി. ലുജ്ജത്ത് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകം. ഒരു തടാകമാണോ എന്നവർ വിചാരിച്ചു പോയി. കാരണം കൊട്ടാരത്തിലേക്ക് കടന്നു വരാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു വെള്ളമുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്ന തടാകത്തിൽ കൂടിയാണ് കടന്നു ചെല്ലേണ്ടത് എന്ന് അവർ വിചാരിച്ചു പോയി. അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അപാരമായ കഴിവിൻ്റെ മുമ്പിൽ അവരുടെ ബുദ്ധി ഒന്നുമല്ലാതെയായി, ചെറിയതായി മാറി. അതുകൊണ്ടാണ് കശഫത്ത് അൻ സാഖിഹ, വെള്ളമാണെന്ന് കരുതി അവൾ സാക്ക്, അവളുടെ കാല് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വസ്ത്രം അല്പം പൊക്കി. സാക്ക് എന്ന് പറഞ്ഞാൽ കാൽത്തണ്ടാണ്. കാൽത്തണ്ട വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ വസ്ത്രം കാലിൽ നിന്ന് പൊക്കി നടന്നു. കാരണം വിവരമില്ല, ഇത്ര വലിയ വിവരക്കേട് അവർക്കുണ്ടായി. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ അവർ മുട്ടുകുത്തുകയാണ്. കാല, അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു സർഹുൻ മുമർറദും മിൻ ഖവാരീർ, അത് പളുങ്കുകൊണ്ട് മിനുസപ്പെടുത്തിയ കൊട്ടാരമാണ്, വെള്ളമല്ല. സർഹ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം. മുമർറദും മിൻ ഖവാരീർ, ഖവാരീർ എന്ന് പറഞ്ഞാൽ കാറൂറത്ത്, കുപ്പി, പളുങ്കിനാണ്, പളുങ്കുപാത്രത്തിനും ഒക്കെയാണ് കാറൂറത്ത് എന്ന് പറയാം. അപ്പോൾ കാറൂറത്ത് കൊണ്ട് സുതാര്യമായ ട്രാൻസ്പെറൻ്റായിട്ടുള്ള വസ്തുക്കളൊക്കെ കാറൂറത്ത് എന്ന് പറയാം. നമ്മളെ ഗ്ലാസ്സിനൊക്കെ കാറൂറത്ത്, സുജാജ് എന്നൊക്കെ പറയും, ട്രാൻസ്പെറൻ്റായ സാധനങ്ങൾ. അപ്പം മുമർറദുൻ മിൻ ഖവാരീർ, അത് പളുങ്കുകൊണ്ട് മിനുസപ്പെടുത്തപ്പെട്ട കൊട്ടാരമാണ്, അത് വെള്ളമല്ല എന്ന് അവരോട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു എന്ന്. അതാ ഇന്നഹു സർഹുൻ മുമർറദും മിൻ ഖവാരീർ, അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് അമളി പറ്റി, വിവരക്കേട് അവർക്ക് ബോധ്യപ്പെട്ടത്. നല്ല അറിവൊക്കെ ഉണ്ടായിരുന്നു, അതിന് മാത്രം അവർ കൊട്ടാരത്തെ, അറശിനെ തിരിച്ചറിഞ്ഞല്ലോ. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ ആ സംവിധാനത്തെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കാതെ പോയി. അപ്പോൾ കാലത്ത് അവർ പറഞ്ഞു, അവർ കീഴ്പ്പെട്ടു, റബ്ബി ഇന്നി ളലംതു നഫ്സി, എൻ്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. വഅസ്ലംതു, ഞാൻ മുസ്ലിമായിരിക്കുന്നു. മാ സുലൈമാന, സുലൈമാൻ നബിയോടൊപ്പം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് അവർ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അപാരമായ മുഅ്ജിസത്ത് കണ്ടപ്പോൾ ഇത് അള്ളാഹു അയച്ച നബി തന്നെയാണെന്ന് ബോധ്യപ്പെടുകയും അവർ അവിടെ വെച്ച് മുസ്ലിമാവുകയും ചെയ്തു. അവരും അവരുടെ സൈന്യങ്ങളും മുസ്ലിമായി സഭയിലേക്ക് വിശ്വാസികളായിക്കൊണ്ടാണ് അവർ തിരിച്ചു പോയത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ ഇതിവിടെ മുസ്ലിമായി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ തുടർച്ചയുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ വിവാഹം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ഒരു തെളിവുമില്ല. സബഅുകാർ അതോടുകൂടി എല്ലാ മുസ്ലിങ്ങളായി എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം രാജ്ഞി മുസ്ലിമായപ്പോൾ എല്ലാവരും മുസ്ലിങ്ങളായല്ലോ. അപ്പോൾ അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആ പരിവാരങ്ങളിൽ ആ സബഅുകാരും വിശ്വാസികളായ പരിവാരങ്ങളായി മാറി എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാം. പക്ഷേ അവർ വിശ്വാസികളായോ, ഇനി എന്ത് സംഭവിച്ചു, പിന്നെ എവിടുന്നാണ് അവർ മരിച്ചുപോയത്, എങ്ങനെയൊക്കെയാണ് ബൽക്കീസിൻ്റെയും ആ സമൂഹത്തിൻ്റെയും അന്ത്യം, അതൊന്നും റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഈ വെച്ചോടുത്ത് ഖുർആൻ പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കലാണ് ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും യുക്തമവും ഏറ്റവും സൂക്ഷ്മതയുള്ള മാർഗം അതാണ്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ട വലിയ ഒരു മുഅ്ജിസത്താണ് ഈ ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞത്.
അത് ശരിയാണ് എന്ന് അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും ഉള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കെട്ടുകഥ പറയുകയാണെങ്കിൽ പ്രവാചകൻ ആ കെട്ടുകഥ സ്വന്തമായി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇതേപോലെയുള്ള ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങളെപ്പറ്റി പ്രവാചകൻ്റെ ശത്രുക്കൾ കൂടിയായ അഹ്ലുൽ കിതാബ് അവരുടെ വേദത്തിൽ സത്യമായി അംഗീകരിക്കുന്ന കഥകളുണ്ട്. അപ്പോൾ അഹ്ലുൽ കിതാബിൻ്റെ മുൻകഴിഞ്ഞ വേദക്കാരുടെ വേദത്തിലുള്ള ഈ പഴയ ചരിത്ര സംഭവങ്ങളെ ശരിവെക്കുന്ന കാര്യം അഹ്ലു കിതാബിൽ നിന്ന് ഒരക്ഷരവും പോലും പഠിക്കാത്ത മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ അത് വേദഗ്രന്ഥത്തിലുള്ളതുപോലെ തന്നെ അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചതാണ്, അതല്ലാതെ നബിക്ക് സുലൈമാൻ ചരിത്രമൊന്നും അറിയാൻ സാധ്യതയില്ല എന്ന ആ ഒരു കാര്യമെങ്കിലും നമുക്ക് അംഗീകരിക്കേണ്ടതാണത്. ഇതൊരു വെറുമൊരു ഐതിഹ്യങ്ങളായിട്ട് പോകേണ്ടതല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതുതന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരി, ഇനി അടുത്തത് വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സാലിഹൻ അൻ യഅ്ബുദുല്ലാഹ ഫഇദാഹും ഫരീഖാനി യഖ്തസിമൂൻ. വലഖദ് അർസൽനാ ഇലാ സമൂദ് ഗോത്രത്തിലേക്ക് നാം നിയോഗിച്ചു അഖാഹും അവരുടെ സഹോദരൻ തന്നെയായ സാലിഹിനെ. സമൂദ് ഗോത്രക്കാരനായ, അതാണ് അവരുടെ സഹോദരം. ആ സമൂദ് ഗോത്രമാണ്. ആ ഗോത്രത്തിലുള്ള ആ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്, അന്യനല്ല. അഖാഹും സാലിഹൻ അവരുടെ സഹോദരൻ തന്നെയാണ്. എല്ലാ നബിമാരും അവർ ആ സമൂഹത്തിലെ ഒരാളായിട്ടാണ് അയച്ചത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എളാപ്പാർക്കും മൂത്താപ്പാരും ഏട്ടന്മാരും അനുജന്മാരും ആണല്ലോ. അവരുടെ അടുക്കലേക്കാണ് നബിയെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഹുവല്ലദീ ബഅസ റസൂലം മിൻഹും, പുറമെ നിന്നുള്ള ഒരാളെ പ്രവാചകനായിട്ട് ഇറക്കുമതി ചെയ്തതല്ല. ഒരു പ്രവാചകനെയും അങ്ങനല്ല. നോഹ് നബി അലൈഹി സ്വലാം മുതലുള്ള ചരിത്രമൊക്കെ നോക്കിയാൽ എല്ലാവരും അഖാഹും ഹൂദൻ, അഖാഹും സാലിഹൻ, അഖാഹും നൂഹൻ എന്ന അള്ളാഹു പ്രയോഗിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ, അവരുടെ സഹോദരനെ തന്നെ നാം സമൂദിലേക്ക് സാലിഹ് എന്നയാളെ അയച്ചു. എന്നിട്ട് അൻ യഅ്ബുദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള വാക്ക് പടില്ല. അപ്പം അയച്ചു അൻ യഅ്ബുദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന ആ ഒരു കൽപ്പനയോടുകൂടി ഫഇദാഹും, അപ്പോഴതാ അവർ, അപ്പോൾ ഹും അവർ, ഫരീഖാനി രണ്ട് ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു, യഖ്തസിമൂൻ പരസ്പരം തർക്കിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു. അതായത് സാലിഹ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ഒരു കൂട്ടർ, അദ്ദേഹത്തെ നിഷേധിച്ച മറ്റൊരു കൂട്ടർ, അങ്ങനെ രണ്ട് വിഭാഗമായി മാറി. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, യാ ഖൗമീന, യാ ഖൗമി, അത് യാ ഖൗമീന, എൻ്റെ ജനങ്ങളെ, ലിമ തസ്തഅ്ജിലൂന, നിങ്ങൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്, ബിസ്സയ്യിഅത്തി, തിന്മക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്, ഖബ്ലൽ ഹസനത്തി, നന്മക്ക് മുമ്പ് തിന്മക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അപ്പം ധൃതി, അവർ തിന്മ ചെയ്യാനാണ് ധൃതി. ഇത് ശരിയാണോ തെറ്റാണോ എന്ന, നല്ലതോ ശരിയോ നോക്കാനല്ല, അതിൻ്റെ മുമ്പ് അദ്ദേഹത്തിനെ നിരാകരിക്കാനാണ് അവർ ധൃതി കൂട്ടിയത്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൂടെ, നിങ്ങൾ ശിർക്കിൽ നിന്നും ഈ അതിക്രമത്തിൽ നിന്നുമൊക്കെ പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിക്കൂടെ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് നന്മ ചെയ്യപ്പെടാൻ വേണ്ടി എന്ന് അദ്ദേഹം അവരോട് ചോദിക്കും. നിങ്ങൾക്കൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്ത് നല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൂടെ, എന്തിനാണ് നിങ്ങൾ വെറുതെ നന്മയുടെ മുമ്പ് തിന്മക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാലു തയ്യർനാ ബിക വബിമൻ മഅക, ഖാലു ഇത്തയ്യർനാ ബിക, അത് രണ്ടു കൂടിയാണ് ചൂട്ടി ഓതുമ്പോൾ ഖാലു തയ്യർനാ, ത്വാഇന് ശ്രദ്ധ കൊടുക്കണം. ഖാലു തയ്യർനാ ബിക, അവർ പറഞ്ഞു ഇത്തയ്യർനാ ബിക, നിന്നെക്കൊണ്ട് ഞങ്ങൾ ദുശകുനം കാണുന്നു. അതായത് ശകുനം പയച്ചു, പണ്ടാരടക്കി എന്നറിയില്ല, നിന്നെക്കൊണ്ട് ഞങ്ങളൊരു
ദുശകുനം കാണുന്നു, നിന്നെക്കൊണ്ടും നിന്നോടൊപ്പമുള്ള വിശ്വാസികളെ കൊണ്ടും നിന്നോടൊപ്പമുള്ളവരെ കൊണ്ടും. അതായത് പിന്നെ സാലിഹ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളും ഇവർക്കൊരു ശകുനപ്പിഴയായി തോന്നി, ശകുനം കെട്ടവരായി അവർക്ക് തോന്നി. ഈ നാട്ടിൽ ഞങ്ങൾ സുഖമായി ജീവിക്കുമ്പോൾ കുറച്ച് അന്നം മുടക്കാമെന്ന ആളുകൾ എന്ന് പറഞ്ഞ പോലെ ഇത്തയ്യർനാബിക്കവഭ്യമമാക്ക, നിന്നെക്കൊണ്ടും നിന്നോടൊപ്പമുള്ളവരെ കൊണ്ടും ഞങ്ങൾ ദുശകുനം കാണുന്നു. അപ്പോൾ സാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ത്വാഇറുക്കും ഇൻദല്ലാ, നിങ്ങളുടെ ശകുനം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, പക്ഷേ അൻതും ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നിങ്ങൾക്ക് അള്ളാഹ് ശക്തിയും കഴിവൊക്കെ തന്നു, നിങ്ങൾക്ക് അള്ളാഹു തആല ഹിദായത്തും അയച്ചു തന്നു ഒരു നബിയെ. എന്നിട്ട് ഈ ശക്തികളും കഴിവുകളും ഉപയോഗപ്പെടുത്തി ഹിദായത്ത് സ്വീകരിക്കുമോ അതല്ല ഹിദായത്ത് തള്ളിക്കളഞ്ഞ് ഈ ഭൗതികമായ ശേഷിയിൽ അഭിരമിക്കുമോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന, ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്ന, ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അല്ലാതെ ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് ദുശകുനൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെ ശകുനം നല്ലതും ചീത്തയും അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അത് അല്ല, നമുക്ക് ശകുനം എന്നൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തശാഉമില്ല. വലാ തയ്യറാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ശകുനപ്പിഴ ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. തിയറത്ത് എന്ന് പറയും. ലാ അദ്വാ വലാ തിയറത്ത വലാ നൗ വലാ ഗൂൽ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ശകുനപ്പിഴ, നമ്മളാണ്ട് ഇറങ്ങിയപ്പോൾ ഒരു പൂച്ച നേരെ വിലങ്ങനെ ഓടിയെന്നോ, അല്ലെങ്കിൽ ഒരു കാക്ക അങ്ങനെ മേലെ കൂടി പറന്നു എന്നോ, അല്ലെങ്കിൽ മറ്റേ കൈക്കോട്ട് കണ്ടാൽ നല്ല ശകുനമാണെന്നോ, പിന്നെ വേറെ എന്തെങ്കിലും ചൂല് കണ്ടാൽ മോശപ്പെട്ട ശകുനമാണ്, അങ്ങനെയൊക്കെയുള്ള വിശ്വാസം പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾക്ക് ആ ശകുനമുണ്ട്. ഇപ്പോൾ പണ്ട് വിവരം കെട്ട ആളുകൾക്കായിരുന്നു, വിവരമില്ലാത്തവരാൾക്കായിരുന്നു ശകുനമെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഏറ്റവും വലിയ അറിവുള്ളവർക്കാണ് ശകുനം. അപ്പോൾ ആ ശകുനം നബി പറഞ്ഞു അങ്ങനെ ഒരു ശകുനമില്ല. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, നമുക്കുള്ള ശകുനം അതാണ്. മൻ സല്ല സുബ്ഹ, ആരെങ്കിലും സുബൈ മര്യാദക്ക് നിസ്കരിച്ച് രാവിലെ തന്നെ ഖളാ വേണ്ടിനടുക്ക് സുബൈ നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ്. പിന്നെ ശകുനമൊന്നുമില്ല. നീ പൂച്ചനെ കണ്ടാലും കാക്കനെ കണ്ടാലും ശകുനമില്ല, സുബൈക്കരിച്ചോന്. അല്ലെങ്കിൽ കണ്ടതൊക്കെ ഓന് ശകുനായിരിക്കും, ദുശകുനായിരിക്കും. അത്രയേ ഉള്ളൂ. ഇസ്ലാമിലൊരു ശകുനം എന്നൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഒന്ന് പിന്മാറേണ്ടതില്ല. വീട്ടിൽ നിന്നാണ് മടങ്ങുക, കണ്ടേക്കന്നെ ബസ്സാണ് പോയി, ഇന്ന് ഒരു അപകടം പിടിച്ച് ഇന്നിപ്പോൾ ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മളാണ്ട് ഇറങ്ങിയേക്കന്നെ എന്തെങ്കിലും ഒരു ദൂഷ്യം കണ്ടു, ഒരു സാധനം മറന്നു, ഇന്ന് ശരിയാവില്ല, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ തന്നെ പാടില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അതിലൊന്നും മറവിയും കാര്യങ്ങളും, ഒരു പൂച്ച അതിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതോരോ ജീവികളല്ലേ. അപ്പോൾ അതാണ് ഇവർ ആ ജാഹിലിയ കാലത്തെ വിശ്വാസം പണ്ട് കാലം മുതലുള്ളതാണ്. ഇത്തയ്യർനാ ബിക്ക ഒബിമമാക്ക, നിന്നെക്കൊണ്ടും നിന്നോടൊപ്പമുള്ളവരെ കൊണ്ടും ഞങ്ങൾ ദുശകുനമായി പോയി, ഞങ്ങൾക്ക് ശകുനം പയച്ചു പോയിട്ടുണ്ട്. കാലത്തായിരിക്കും ഇന്നല്ല, നിങ്ങളെ ശകുനം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. പിന്നെ ബലന്തും കൗമും തുഫ്തനൂൻ, തന്നെയുമല്ല നിങ്ങൾ ഒരു പരീക്ഷിക്കപ്പെട്ട വിഭാഗമാണ് എന്ന് പറഞ്ഞു. വക്കാന ഫിൽ മദീനത്തി, ആ പട്ടണത്തിലുണ്ടായിരുന്നു, സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ പട്ടണത്തിൽ, ഹിജ്റ താഴ്വരയാണ്. തിസ്അത്തു റഹ്ത്തിൻ, 9 ആളുകൾ. റഹ്ത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, 9 ഒരു സംഘത്തിൽപ്പെട്ട 9 ആളുകൾക്കാണ് റഹ്ത്ത് എന്ന് പറയാം. തിസ്അത്തു റഹ്ത്തിൻ, 9 ആളുകളുണ്ടായിരുന്നു ഒരു സംഘം, 9 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം. യുഫ്സിദൂന ഫിൽ അർളി, അവർ നാട്ടിൽ ഫസാദുണ്ടാക്കുന്നവരായിരുന്നു. വലാ യുസ്ലിഹൂൻ, ഒരിക്കലും നല്ലത് ചെയ്യുകയില്ല. ഒരു 9 ആളുകൾ, അതായത് സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ എതിർകക്ഷികളായ അവിശ്വാസികളായ 9 പേര്. അതാണ് വശംസിയിലുണ്ടല്ലോ, പിന്നെ എന്താണ് വശംസി വളുഹാഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ഷാഹാ വസ്സമായി വമാ ബനാഹാ വല്ലർദി വമാ തഹാഹാ വനഫ്സി വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. പിന്നെ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ കദബത് സമൂദ് ബിതഗ്വാഹാ ഇദിം ബഅസ അഷ്ഖാഹാ
ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുല്ലാഹി വസുഖിയ. അതാണ് ആ സമൂഹത്തിൻ്റെ അതിൽ അഷ്ക, അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഭാഗ്യം കെട്ട കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ തോന്നിവാസികൾ എഴുന്നേറ്റ് നിന്നിട്ട് ഒട്ടകത്തെ അറുത്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഉണ്ടായത്. തിസ്അത്തുറഹ്ത്തിൻ, 9, ഒരു സംഘത്തിലെ 9 അംഗ സംഘമുണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, ഒരിക്കലും നന്മയുണ്ടാക്കുകയില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.